മധ്യ തിരുവിതാംകൂറിലെ നിയമവിദ്യാഭ്യാസത്തിന് പ്രശസ്തമായ പത്തനംതിട്ട കടമ്മനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലെ ക്ലാസ് ഓഫ് സെറിമണി വിഹാൻ 2023 എന്ന പേരിൽ സംഘടിപ്പിച്ചു. കടമ്മനിട്ടയിലെ കോളേജ് അങ്കണത്തിൽ നടത്തിയ പരിപാടി മുൻ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ അഡ്വക്കേറ്റ് എച്ച് രാജീവൻ ഉദ്ഘാടനം ചെയ്തു. മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ മുഖ്യ സന്ദേശം നൽകി. ഇന്ത്യയുടെ പരമോന്നത പീഠം എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് അല്ലേ? മറക്കരുത്. നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ അഖിൽ സാർ പറഞ്ഞു, ആദ്യം പഠിച്ച ഉടനെ തന്നെ എൻറോൾ ചെയ്ത് പോകുന്നുണ്ട് ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ വരുന്നാൽ ചില ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്കത് ശരിയാ, അത് സത്യമാണ്. പക്ഷെ പഠിക്കണം. 7-3 ദശയാകുമ്പോഴുണ്ട് നമ്മളത് 5 കൊല്ലമൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഒരു വ്യക്തിയാകുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. 7-3 ദശയ്ക്ക് കേസ് കാണുന്നവർ അറിയില്ല. പക്ഷെ ആദ്യം ഒരു SI ആയ പയ്യൻ അവരെ അറിയില്ല. പക്ഷേ അവരവരുടെ ഡിഗ്നിറ്റി കൈക്കൂലി കള്ളത്തരത്തിന് കൂടുതൽ കേസ് പഠിക്കണം. ഞാൻ ഒരു ദിവസത്തിൽ 1.5 മണിക്കൂറിൽ എന്റെ വക്കീലന്മാരെ വിളിക്കാത്ത ദിവസമില്ല. ഇന്നലെ വൈകിട്ട് ആവശ്യമാണ്. യു ഷുഡ് എക്സ്പ്ലെയിൻ ടു ദം. വക്കീൽ കേസ് ബുക്കിൽ നോക്കിയല്ല, ക്ലയന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞ് കേട്ട് മനസ്സിലാക്കി കോമൺ സെൻസ് ഉപയോഗിക്കാൻ. തുടർന്ന് മെഡൽ വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും മൗണ്ട് സിയോൺ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ സാമുവൽ എബ്രഹാം കലമണ്ണിലും മാനേജിംഗ് ഡയറക്ടർ ജോ എബ്രഹാം കലമണ്ണിലും നിർവഹിച്ചു. ഈ 5 വർഷക്കാലം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള പ്രോത്സാഹനം, പ്രാർത്ഥന, എത്ര സമയങ്ങൾ നിങ്ങൾ കോഴ്സ് നിർത്തി പോയാൽ ചിന്തിച്ചുന്ന സമയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ കൂടെ കൂടി പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഇവിടെ നിർത്തി പഠിപ്പിച്ച് ഫീസ് തന്ന് നിങ്ങൾ കൂടെ നിന്ന നിങ്ങളുടെ മാതാപിതാക്കളാണ് ഇന്നത്തെ ഗ്രാജുവേറ്റ്സ്. Today, the landmark of the history of Mount Zion Law College, you are making a step out of here. ഇന്ന് മൗണ്ട് സിയോൺ ലോ കോളേജിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി ഇങ്ങനെയുള്ള കാലം വെച്ച് മാറുക. അത് പറയുമ്പോൾ നിങ്ങൾ പുതിയ ലോകത്തിലേക്കാണ് പോകുന്നത്. ഒരു ഫാന്റസി വേൾഡായിട്ടാണ് ഇപ്പോൾ വേൾഡ് ലോകം കാണുന്നത്.
students of Mount Zion Law College, Kadamani, hereby pledge that we shall be bound by our honor to be diligent, honest in our endeavors, that we shall uphold the dignity of our profession and the honor of this prestigious institution, that we shall be at the service of our society without any reservations, when the knowledge we have acquired is asked for, that we shall uphold the unity and heritage and hold steadfast to the history of our nation, that we shall utilize our skills as a professional and as a human for the inclusive development and betterment of this world. അക്കാഡമിക് കോർഡിനേറ്റർ രശ്മി എസ് നായർ, പ്രിൻസിപ്പൽ ഡോക്ടർ എ പ്രസന്ന, ഡയറക്ടർ ജെസി പോത്തൻ, ഡോക്ടർ കെ ജോസ്, ഡോക്ടർ കെ മാത്യു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.